ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും കൂടി നോക്കാം. അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ഗവൺമെന്റ് പോലീസ് അന്വേഷിക്കണമല്ലോ. പോലീസിന്റെ ഉത്തരവാദിത്വമാണല്ലോ അത്. പോലീസ് ആരെങ്കിലും രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അപ്പം നോക്കാം. യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെട്ടല്ലോ. ഇത് സർവീസ് സംബന്ധമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവർ പോണ വഴിക്ക് കയറിയതല്ല എന്ന് വ്യക്തമായി. ഇയാളെ അപമാനിക്കണമെന്നുള്ള ഗൂഢാലോചന നേരത്തെ നടത്തി എന്ന് വ്യക്തമായി. അവരവിടെ വന്ന് സംസാരിച്ച വിഷയം വീഡിയോയിൽ എടുത്തു എന്ന് വ്യക്തമായി. അവർ തന്നെ പറഞ്ഞിട്ടാണ് കണ്ണൂർ വിഷൻ എടുത്തതെന്നുള്ള മൊഴിയുണ്ട്. ആ വീഡിയോയുടെ ഫുട്ടേജ് ഇവർ വാങ്ങിച്ച് ഇവർ തന്നെ പ്രചരിപ്പിച്ചു വന്നിട്ട്. അപ്പോൾ ഒരു സീരീസ് ഓഫ് സീക്വൻസ് ആണ് അല്ലേ, ഒരു പരമ്പര തന്നെയാണ്. ഗൂഢാലോചന തുടങ്ങിയ ആളെ അപമാനിച്ച് ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് നാടുകടത്തണം എന്ന് തീരുമാനിക്കുകയാണ്. അഹങ്കാരത്തിൻ്റെ ആൾരൂപങ്ങളായി മാറുകയാണ്. ഈ ഭരണത്തിൻ്റെ തണലിരുന്നുകൊണ്ട് എല്ലാവരും പാർട്ടിക്കാർ, എന്നിട്ട് ആ പാർട്ടിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്താണ് പാർട്ടി ആദ്യം പറഞ്ഞത്? പിന്നെ എല്ലാവരുടെയും സമ്മർദ്ദം കൊണ്ടല്ലേ അവരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പോലും മാറ്റിയത്, അവർ അറസ്റ്റ് ചെയ്യപ്പെടാൻ നിർബന്ധിതരായത് അല്ലേ? അപ്പോൾ ഇനിയും അത് കുറ്റവാളികൾക്കെതിരായി നടപടിയെടുക്കണം. ഒന്നിലേറെ കുറ്റവാളികളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് കോടതി ആ തീരുമാനം നിരസിച്ചത് എന്ന് എനിക്കറിയില്ല. നീതിപൂർവമായ ഒരു അന്വേഷണം നടക്കില്ല എന്നുള്ള അവരുടെ ഉത്കണ്ഠ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. എന്താ സംശയം? ആ കുടുംബത്തിന്റെ ഉത്കണ്ഠയാണ്, ഞങ്ങളുടെയും ഉത്കണ്ഠ കൂടിയാണത്. സമ്മേളനം തീർന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം. നയരേഖയല്ലത്, ഞാൻ പറഞ്ഞല്ലോ, അത് അവസരവാദ രേഖയാണ്. അതാണ് അവസരവാദം എന്ന് പറയാൻ. അതിൻ്റെ വേറൊരു വാക്കാണ് അവസരവാദം. കാലത്തിനൊത്ത മാറ്റം എന്നാൽ അങ്ങനെയാണ്. ഇവരെല്ലാം തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ ഇവർ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതകാലത്ത് മുഴുവൻ പറഞ്ഞത് മുഴുവൻ തിരുത്തിക്കൊണ്ടിരിക്കുക. ഈ ആളുകൾ ഈ നാട് മുഴുവൻ സമരം ചെയ്ത് കുട്ടിച്ചോറാക്കി കുളമാക്കിയ ആളുകളാണ് ഇവർ. എന്നിട്ട് ഇവരിപ്പോൾ തിരുത്തുവാണ്, അവരുടെ സൗകര്യം വരും. പിന്നെ ഒരു നാട് മുഴുവൻ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കി. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. എല്ലാ സാധനങ്ങളും സ്തംഭിപ്പിച്ച് ഒരു ട്രഷറിയിലൊക്കെ പൂർണ്ണമായ നിയന്ത്രണമാണ്. മുൻ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഗൂഢാലോചന കൃത്യമായി തന്നെ പുറത്തു കൊണ്ടുവരണം, ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് അന്വേഷിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്.